പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുന്ന വിധത്തിലുള്ള ജനപ്രീതിയും കരിസ്മയും രാഷ്ട്രീയ പ്രവർത്തന പരിചയ മികവും ഇന്ന് രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ടും അവകാശപ്പെടാൻ കഴിയും. കാരണം 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനിറങ്ങിയ മോദിയെയും സംഘത്തെയും കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടാത്ത വിധത്തിൽ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ചെറു പാർട്ടികളുടെ പിന്തുണയോടുകൂടി മാത്രം അധികാരത്തിലേറേണ്ടി വരുന്ന ഗതികേടിലേക്ക് എത്തിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നൽകിയ സന്ദേശം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പയറ്റിയ രാഷ്ട്രീയം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പയറ്റിയ തന്ത്രം, അത് കിറുകൃത്യമായിരുന്നു. ആ രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും ഓടിയെത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് അവരെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു പ്രധാനമന്ത്രിയെ പോലെ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഓടി നടന്ന് ഇടപെടുകയാണ്. ഒരു കാവൽ പ്രധാനമന്ത്രി എന്നാണ് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്, ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്ന്. ആ രാഹുൽ ഗാന്ധി വലിയ സുരക്ഷാ ഭീഷണിക്ക് നടുവിലാണ് എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കേട്ട് നടുങ്ങിയിരിക്കുകയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. രാഹുലിന്റെ സുരക്ഷാ ഭീഷണി വർദ്ധിച്ചു എന്നായിരുന്നു ഈ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് ചുറ്റുമൊക്കെയുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം അത് റൈറ്റ് വിങ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാണ് പ്രാഥമികമായി വന്ന വിവരങ്ങൾ, അതായത് പുറത്തേക്ക് വന്ന വിവരങ്ങൾ. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹം വെല്ലുവിളിക്കുന്നത് ആരെയാണ് എന്നുള്ളത്. അദ്ദേഹം കടന്നു പോകുന്ന വഴികൾ ഒക്കെയും അപകടം പിടിച്ചതാണ്. മണിപ്പൂരിൽ കലാപമുണ്ടായപ്പോൾ അദ്ദേഹം ആദ്യം മണിപ്പൂരിൽ പോയി, ഇന്ന് 3-ാം തവണയും അദ്ദേഹം മണിപ്പൂരിൽ നിൽക്കുകയാണ്. ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ, അത് നോർത്ത് ഈസ്റ്റിലൊക്കെ വലിയ സംഘർഷങ്ങളും കലാപങ്ങളും ഒക്കെ നിൽക്കുന്ന പ്രദേശങ്ങളിലൂടെ അടക്കം, നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളിലൂടെ അടക്കമൊക്കെ രാഹുൽ ഗാന്ധി നിർഭയത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധിക്ക് ഭയമില്ല, അദ്ദേഹത്തിന് ഒരു ആശങ്കയുമില്ല തൻ്റെ ജീവനെക്കുറിച്ചോർത്ത്. ആ രീതിയിലാണ് അദ്ദേഹം പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, തൻ്റെ പിതാവിൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ രക്തസാക്ഷിത്വം ഈ രാജ്യത്തിന് വേണ്ടിയായിരുന്നു. അത് കണ്ടു വളർന്ന രാഹുൽ ഗാന്ധിക്ക് തൻ്റെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിൽ തെല്ലും ആശങ്കയില്ല, ഭയമില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഭീഷണി സംബന്ധിച്ച് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്ക്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ ആശങ്കകളാണുള്ളത്. കാരണം രാഹുൽ ഗാന്ധിക്ക് പണ്ട് Z+ കാറ്റഗറി സുരക്ഷയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 നവംബറിൽ മോദി സർക്കാർ അത് പിൻവലിച്ചു. ഈ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് വലിയൊരു ആശങ്കയുണ്ട് എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച റിപ്പോർട്ടിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹം പിന്നിടുന്ന വഴികളെല്ലാം വേറിട്ടതാണ്. അദ്ദേഹം എങ്ങനെ ചിന്തിക്കുന്നുവെന്നോ, എതിലേ പോകുന്നുവെന്നോ, ഏത് പ്രശ്നത്തിൽ പൊടുന്നനെ ഇടപെടുന്നു എന്നോ ഒന്നും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഒരു സാധാരണക്കാരൻ സഞ്ചരിക്കുന്നത് പോലെയാണ് അദ്ദേഹം എല്ലാവർക്കും ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അപായ ഭീഷണി വർദ്ധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ മോദി സർക്കാരിന് അല്ലെങ്കിൽ BJPക്ക് വലിയ തിരിച്ചടി, ഒരു വലിയ പ്രഹരം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൽ നൽകപ്പെടുകയും പാർലമെന്റിൽ ഏതാണ്ട് 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിലുടനീളം ഭരണപക്ഷത്തെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധി ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് BJPയിലും സംഘപരിവാറിലും ഒക്കെ വലിയ ആശങ്കകളുണ്ട്. കാരണം രാഹുൽ ഗാന്ധി ഇങ്ങനെ കടന്നാക്രമിക്കാൻ തയ്യാറായാൽ പല കാര്യങ്ങളിലും BJPക്കുള്ള ഗ്രിപ്പ് പരിപൂർണമായി നഷ്ടപ്പെടും. ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം, ലോക്സഭയിൽ അപ്രമാദിത്വം, എതിരിടാൻ ആരുമില്ല, താൻ വിചാരിക്കുന്നതൊക്കെ നടക്കും, ദൈവീക പരിവേഷം എന്ന മട്ടിൽ പോലും മോദി സംസാരിച്ചത് തനിക്കെതിരെ നിൽക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ തന്നെ വെല്ലാൻ ആർക്കും കഴിയില്ല, തനിക്കൊരു വലിയ അപ്രമാദിത്വം ഉണ്ട് എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ രാഹുൽ ഗാന്ധി തനിക്ക് എതിരാളികളില്ല എന്ന മോദിയുടെ ചിന്താഗതിയൊക്കെ ആട്ടപടലം പൊളിച്ചാണ് പാർലമെന്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നടത്തിയൊരു പ്രസംഗത്തെ തുടർന്ന് അത് ഹിന്ദു വിഭാഗത്തിനെതിരെയാണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ബജ്റംഗ് ദളും VHPയും യുവമോർച്ചയും BJPക്കാരും ഒക്കെ ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം തെരുവിലിറങ്ങി രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളിൽ കരിയോയിൽ ഒഴിച്ചു, ആ ചിത്രങ്ങൾ വികൃതമാക്കി. അവിടുത്തെ രാജീവ് ഗാന്ധി ഭവൻ, അതായത് ഗുജറാത്തിന്റെ PCC ഓഫീസ്, അത് അടിച്ചു തകർത്തു. അങ്ങനെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗത്തിന് പിന്നാലെ
കോൺഗ്രസിന്റെ ഓഫീസ് പോലും അടിച്ചു തകർത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യം മുഴുവൻ മുദ്രാവാക്യം വിളിക്കുന്ന അവസ്ഥയിലേക്ക് സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന ചില ശക്തികളും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധി ഇവരെയൊക്കെ വല്ലാതെ വിറളി പിടിപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ ഇവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റത്തിൽ ഇവർക്കൊക്കെ വലിയ ആശങ്കയുണ്ട്, ഭീതിയുണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒക്കെ തീർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇവർ വരുന്നതിൻ്റെ ഭാഗമായാണ് ഈ സംഘർഷങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ഇത്രയും പോരാ എന്ന നിലപാടിലേക്ക് ഞാൻ എത്തുന്നത്. അതായത് രാഹുൽ ഗാന്ധിക്ക് SPG സുരക്ഷയില്ല. ഇപ്പോൾ ഈ രാജ്യത്താകെ SPG സുരക്ഷയുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമാണ്. പണ്ട് VP സിംഗിന്റെ കാലത്ത്, അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധിക്ക് ഉണ്ടായിരുന്ന ഈ SPG സുരക്ഷ പൊടുന്നനെ പിൻവലിച്ചു. അന്ന് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദൊക്കെ രാജീവ് ഗാന്ധിക്ക് വലിയ ഭീഷണിയുണ്ട്, അപായ ഭീഷണിയുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും അന്നത്തെ സർക്കാർ അത് കാര്യമാക്കിയില്ല. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? തുടർന്ന് തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് തമിഴ് പുലികൾ അദ്ദേഹത്തെ ഹ്യൂമൻ ബോംബായി വന്ന് പൊട്ടിത്തെറിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ഒരു വലിയ ഷോക്ക് ചെറുപ്പത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുണ്ട്. പക്ഷെ തൻ്റെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്തവരാണ് തൻ്റെ പിതാവും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി, തൻ്റെ മുത്തശ്ശിയും എന്നൊക്കെ രാഹുൽ ഗാന്ധിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്നിനെയും ഭയക്കുന്നില്ല. അദ്ദേഹം എവിടെയും ഇറങ്ങിച്ചെല്ലാനും എന്തിലും ഇടപെടാനും ഒന്നും മടി കാണിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ SPG സുരക്ഷ പോലെയുള്ള ശക്തമായ സുരക്ഷ അത് വീണ്ടും നൽകണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഈ കേന്ദ്ര സർക്കാരിനോടും അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം രാഹുൽ ഗാന്ധി കളിക്കുന്ന കളി ചെറിയ കളിയല്ല. രാഹുൽ ഗാന്ധി ശക്തമായി ഇനിയും കളത്തിലിറങ്ങുമ്പോൾ ഒന്ന് ബി ജെ പിക്ക് മാത്രമല്ല, BJP പിന്തുണയ്ക്കുന്ന പല ഗ്രൂപ്പുകൾക്കും, ബി ജെ പിയോട് അഫിലിയേറ്റ് ചെയ്യപ്പെടാതെ പക്ഷെ BJP യോട് മാനസികമായി പിന്തുണച്ചു നിൽക്കുന്ന തീവ്ര ഗ്രൂപ്പുകൾക്കും ഒക്കെ വലിയ അസ്വാരസ്യമുണ്ടാകും. രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും അത് ഹിന്ദു വിരുദ്ധമാണ്. രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത്? ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഹിന്ദുക്കളെ പറ്റിക്കുകയാണെന്ന മട്ടിലാണ് രാഹുൽ ഗാന്ധി ചില വാചകങ്ങൾ ഉന്നയിച്ചത്. പക്ഷെ അത് മൊത്തം ഹിന്ദു വിരുദ്ധമാണ് എന്ന മട്ടിൽ രാഹുൽ ഗാന്ധിയെ മതപരമായ ഒരു ചട്ടക്കൂടിനുള്ളിലേക്ക് കൊണ്ടുവന്ന ഒരു മതത്തിനെതിരാണ് രാഹുൽ ഗാന്ധി എന്ന മട്ടിലൊക്കെയാണ് പ്രചാരണം നടക്കുന്നത്. സ്വാഭാവികമായും അത് ചില മതഭ്രാന്തന്മാരിൽ ചില വെറിയുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്താനുണ്ടായ സാഹചര്യം അതെന്താണെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള ചില വെറിയന്മാരിലേക്ക് ഈ വിദ്വേഷവും വെറുപ്പും ഒക്കെ എത്തിയാൽ, അവരേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രവർത്തനത്തിന് മുതിർന്നാൽ, രാഹുൽ ഗാന്ധിയെ പോലുള്ള ഇത്രയും നല്ലൊരു മനുഷ്യന് രാജ്യത്തെ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ഒക്കെ ചേർത്ത് നിർത്തി പുരോഗതിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ വലിയ പുരോഗതി ഉണ്ടാകണം, രാജ്യത്തെ സാധാരണക്കാരൊക്കെ രക്ഷപ്പെടണം എന്നൊക്കെ കരുതുന്ന രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളത് അചിന്തനീയമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ, അത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ഒരു ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിക്കുള്ള ഒരു സുരക്ഷയല്ലാതെ SPG സുരക്ഷയെ തന്നെ കൊടുക്കാൻ, അതായത് അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന പോലുള്ള പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നത്, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണല്ലോ, വെറും ഒരു MP ഒന്നും അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വലിയൊരു സുരക്ഷ കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. അത് കേന്ദ്ര സർക്കാർ നൽകണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ജീവൻ അപകടത്തിലാണ്. പ്രധാനമന്ത്രി പോലും പോകാൻ മടിക്കുന്നിടങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി സധൈര്യം നടന്നു ചെല്ലുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി വരുമ്പോൾ അപായങ്ങൾ അല്ലെങ്കിൽ ഭയപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും സുരക്ഷ പോരാ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന വാർത്ത അത് ഞെട്ടിക്കുന്നതാണ്, ആശങ്കപ്പെടുത്തുന്നതാണ്.